അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്ലാമിക നിർദ്ദേശങ്ങളെ മറികടന്ന് തങ്ങളുടെ ഇച്ഛകൾക്ക് മുൻഗണന നൽകുന്നവർ ചെകുത്താൻ്റെ കടിയിൽപ്പെട്ട് അള്ളാഹുവിനു പകരം ചെകുത്താനെ രക്ഷാധികാരിയാക്കുകയാണ് ചെയ്യുന്നത്. അവർ നരകം ചോദിച്ചു വാങ്ങുന്നവരാണ്. അതുപോലെ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എല്ലാവരെയും നിർബന്ധിച്ച് ഇസ്ലാമാക്കാനല്ല, മറിച്ച് ജനങ്ങൾ വിവിധ സംസ്കാരങ്ങളും ആചാരങ്ങളും കൊണ്ടു നടക്കുമ്പോൾ ശരിയായ മാർഗം ഏതാണെന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുവാനും ആ മാർഗത്തിലേക്ക് അവരെ ക്ഷണിക്കുവാനുമാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറുള്ള വിശ്വാസികൾക്ക് ഈ ഖുർആൻ ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുകയും ചെയ്യും. ഈ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത്. ഇന്ന് പഠിക്കുന്ന 63, 64 ആയത്തുകളിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. തല്ലാഹി ലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക്. അള്ളാഹുവാണ് സത്യം, താങ്കൾക്ക് മുമ്പും നിരവധി സമൂഹങ്ങളിലേക്ക് നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. തല്ലാഹി അള്ളാഹുവാണ്, ലഖദ് അർസൽനാ നാം പ്രവാചകന്മാരെ നിയോഗിക്കുകയുണ്ടായിട്ടുണ്ട്, ഇലാ ഉമമിൻ വിവിധ സമുദായങ്ങളിലേക്ക്, മിൻ ഖബ്ലിക താങ്കളുടെ മുമ്പും. ആ പ്രവാചകന്മാരുടെ സമൂഹങ്ങളിൽ ഭൂരിഭാഗം ജനങ്ങളും പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത അള്ളാഹുവിൻ്റെ സന്ദേശത്തെ കളവാക്കി തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഫസയ്യന ലഹുമുശ് ശൈത്വാനു അഅ്മാലഹും. അപ്പോൾ ശൈത്താൻ അവർക്ക് അവരുടെ ചെയ്തികളെ നന്നായി തോന്നിച്ചു. തങ്ങളുടെ ഇപ്പോഴത്തെ മാർഗം തന്നെയാണ് നല്ലതെന്ന് ശൈത്താൻ ആ സമൂഹങ്ങളിലെ ജനങ്ങൾക്ക് തോന്നിപ്പിക്കുകയും അങ്ങനെ ശൈത്താന് വഴിപ്പെട്ടുകൊണ്ട് അവർ സത്യദീനിനെ തള്ളിക്കളയുകയും ചെയ്തു. ഫഹുവ വലിയുഹുമുൽ യൗം. അവനാണ് ഇന്ന് ഇവരുടെയും രക്ഷാകർത്താവായി മിത്രമായി നിലകൊള്ളുന്നത്. വലിയ എന്ന് പറഞ്ഞാൽ രക്ഷാകർത്താവ് അല്ലെങ്കിൽ മിത്രം, സുഹൃത്ത്. പൂർവ്വ സമൂഹങ്ങളെ സത്യമാർഗത്തിൽ നിന്ന് വഴിതെറ്റിച്ച അതേ ശൈത്താൻ തന്നെയാണ് ഇന്ന് ഇവരെയും താങ്കളുടെ ഈ പ്രബോധിതരായിട്ടുള്ള ജനങ്ങളെയും സത്യമാർഗത്തിലേക്ക് വരുന്നതിൽ നിന്ന് തടയുന്നത് എന്നാണ് പറയുന്നത്. ആ ശൈത്താനെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ടാണ് ഇവർക്കും നേർമാർഗം പ്രാപിക്കാൻ കഴിയാത്തത്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു അയച്ച ഒരു പ്രവാചകനെയും അവരുടെ സമുദായങ്ങൾ നല്ല നിലയിൽ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, താങ്കളുടെ ഈ സമുദായം ചെയ്യുന്ന പോലെ കടുത്ത ധിക്കാരവും നിഷേധവും തന്നെയാണ് മുൻകഴിഞ്ഞ ഓരോ പ്രവാചകന്റെയും സമുദായങ്ങൾ ചെയ്തു പോകുന്നത് എന്നുകൂടിയാണ് പറയുന്നത്. വലഹും അദാബുൻ അലീം. അതുകൊണ്ട് തന്നെ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അവർ ഈ ലോകത്ത് രക്ഷകനായി സ്വീകരിച്ച ശൈത്താൻ അടക്കമുള്ള ആർക്കും അവരെ ആ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാനാവുകയില്ല. ഒമാ അൻസൽനാ അലൈക്കൽ കിതാബ. താങ്കൾക്ക് നാം വേദം ഇറക്കി തന്നിട്ടില്ല, ഇല്ലാ ലിതുബയ്യിന ലഹും. താങ്കൾ അവർക്ക് വിവരിച്ചു കൊടുക്കാനായിട്ടല്ലാതെ, അല്ലദി ഇഖ്തലഫൂ ഫീഹി അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായിരുന്ന കാര്യങ്ങൾ. മതപരവും വിശ്വാസപരവുമായ കാര്യങ്ങളിൽ, അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസങ്ങളിൽ, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിലും വിശ്വാസങ്ങളിലും തുടങ്ങി വിവിധ കാര്യങ്ങളിൽ ഭിന്നമായ നിലപാടുകളും നടപടികളുമായി ജനങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവർക്ക് ഇതെല്ലാം വ്യക്തത വരുത്തി നേർമാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു താങ്കൾക്ക് ഖുർആനാകുന്ന ഈ വേദം ഇറക്കി തന്നിട്ടുള്ളത്. ഈ ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതോടെ അവർ സ്വീകരിച്ചിരുന്ന വ്യത്യസ്തമായ നടപടികളൊക്കെ തിരുത്തി സത്യമാർഗത്തിലേക്ക് വരാൻ അവർക്ക് സാധിക്കേണ്ടതാണ്. പക്ഷേ നേർമാർഗത്തിലേക്ക് വരാനും വരാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്ത് അവർക്കുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഹാജരാക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും അറിയിക്കപ്പെട്ടിട്ടില്ല, വ്യക്തമാക്കി തന്നിട്ടില്ല എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കുകയില്ല. കാരണം എല്ലാം താങ്കൾ ഈ ഗ്രന്ഥത്തിലൂടെ അവർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഈ വേദം താങ്കൾക്ക് നാം ഇറക്കി തന്നിട്ടുള്ളത്. വഹുദം വറഹ്മ. അതുപോലെ തന്നെ ഇത് നേർമാർഗവും കാരുണ്യവുമായി കൊണ്ടുമാണ് ലിഖൗമി യുഅ്മിനൂൻ. സത്യവിശ്വാസം സ്വീകരിക്കാൻ സന്നദ്ധരാവുന്ന ജനങ്ങൾക്ക്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറുള്ളവർക്ക് സന്മാർഗവും കാരുണ്യവുമായി കൊണ്ടാണ്
ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനെക്കുറിച്ച് ഹുദൻ, സന്മാർഗം എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് നേർമാർഗത്തിൽ ജീവിക്കുവാനുള്ള വഴികാട്ടിയായി ഖുർആനെ വിശേഷിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ റഹ്മത്തൻ, കാരുണ്യം എന്ന് ഖുർആനെക്കുറിച്ച് പറയുമ്പോൾ നേർമാർഗത്തിൽ ജീവിച്ചതിൻ്റെ ഫലമായി അള്ളാഹുവിൻ്റെ കാരുണ്യവും രക്ഷയും പരലോകത്ത് ലഭിക്കുന്നതിനും ഈ ഖുർആൻ വഴികാട്ടുന്നു എന്ന അർത്ഥത്തിലാണത്. പ്രിയപ്പെട്ടവരെ, ആർക്കാണോ ഖുർആൻ നേർമാർഗവും കാരുണ്യവുമായി തീരുന്നത്, അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.